മീര എൻ്റെ ഭാര്യയാണ്, ഈ കുടുംബത്തിന്റെ ഭാഗവുമാണ്. എനിക്കുള്ള എല്ലാ അവകാശങ്ങളും മീരയ്ക്ക് ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് മീരയോട് സംസാരിക്കണ്ടെന്നൊന്നും അഭി പറയേണ്ട കാര്യമില്ല. നിന്റെ ഭാര്യ നിനക്ക് വലുതാണെങ്കിൽ എന്റെ ഭർത്താവ് എനിക്കും വലുതാ. വിഘ്നേഷ് ഏട്ടനെ മറ്റുള്ളവരുടെ മുന്നിൽ വില കുറച്ച് കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ നിമിഷം തന്നെ സൂരജിനെ ആ പോസ്റ്റിൽ നിന്ന് പറഞ്ഞു വിടണം. ഞാൻ പറഞ്ഞല്ലോ, അത് വിഘ്നേഷ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് മാത്രം കൊടുത്തൊരു ടെമ്പററി പോസ്റ്റാണെന്ന്. എന്ത് പോസ്റ്റിംഗ് ആയാലും സൂരജ് ഇനി ദേവ ബിൽഡേഴ്സിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. പോരാ, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇനി നിന്റെ ഇഷ്ടത്തിന് മാത്രം ചെയ്യാൻ പറ്റില്ല. അമ്മേ, ഇത് ശരിയാവില്ല. അഭി ഈ വീട്ടിൽ തുടർന്നാൽ എന്നും ഇത്തരം വഴക്കുകളും പ്രശ്നങ്ങളും ആയിരിക്കും. അതുകൊണ്ടാണ് അഭി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞത്. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ ഞാനും മീര ഇവിടെ നിന്ന് മാറി താമസിക്കാം. നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ? രണ്ടുപേരും എങ്ങോട്ടും മാറി താമസിക്കുന്നില്ല. ഒരു കാര്യമില്ലാതെ രണ്ടുപേരോട് വഴക്കുണ്ടാക്കുന്നത്. ചെറിയ കുട്ടികളായിരുന്നെങ്കിൽ ഒരു വടിയെടുത്ത് തല്ലിയെങ്കിലും അനുസരിപ്പിക്കായിരുന്നു. ഇപ്പൊ അത് പറ്റില്ലല്ലോ. അമ്മേ, ഞാൻ പറയുന്നത്. വേണ്ട, നീ ഒന്നും പറയണ്ട. ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അഭി ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല, നീ ഈ വീട്ടിൽ നിന്ന് പോകുന്നില്ല. ഇതെന്റെ തീരുമാന. അമ്മേ, ഇത് വലിയ വഴക്കുകൾ ഉണ്ടാവാൻ കാരണമാകുകയുള്ളൂ. ആദർശേ, നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല. നീ മുറിയിലേക്ക് പോ. വാ മീര. അമ്മേ, അവൻ അവളെ കൊണ്ട് മാറണമെങ്കിൽ മാറട്ടെ. അമ്മ എന്തിനാ തടസ്സം നിൽക്കുന്നത്? അഭി, നിന്നോട് മിണ്ടാതിരിക്കാൻ ഞാൻ പറഞ്ഞു. അതിന് ഞാൻ അഭി, അമ്മ വെറുതെ ഒച്ച എടുത്താലും ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ആദർശിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്ന ആരും കരുതുവാൻ വേണ്ട. ആദർശേട്ടാ, ഇങ്ങനെ ടെൻഷൻ ആവാതെ, എല്ലാം ശരിയാവും. ഇങ്ങനെ പോയാ ഒന്നും ശരിയാവില്ല മീര. അഭി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അഭിചേച്ചിയുടെ സ്വഭാവം നമുക്കറിയാലോ. ചേച്ചിക്ക് ഇപ്പൊ വാശിയാ. അത് മനസ്സിലാക്കി നമ്മൾ മിണ്ടാതിരിക്കല്ലേ വേണ്ടത്. രണ്ടുപേരും ഒരുപോലെ വഴക്കിടാൻ ശ്രമിച്ചാ നഷ്ടാവുന്നത് ഈ വീടിന്റെ സമാധാനമല്ലേ? അതെ, അതുകൊണ്ടാണ് ഒന്നിനും നിൽക്കാതെ നമുക്ക് വീട് മാറാന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും അഭി ഒന്നിച്ച് ഇവിടെ കഴിയാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ പറയല്ല ആദർശേട്ടാ. ദേഷ്യത്തിന്റെ പുറത്ത് എടുത്തു ചാടി തീരുമാനിക്കുന്ന ഒന്നും ശരിയാവണമെന്നില്ല. അല്ല മീര, ഞാൻ ദേഷ്യത്തിന്റെ പേര് പറയുന്നതല്ല. നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചു തന്നെ. പരസ്പരം വഴക്കും ദേഷ്യമായിട്ട് ഒരു വീട്ടിൽ ഒന്നിച്ച് കഴിയുന്നതിലും നല്ലത് രണ്ട് വീട്ടിൽ സമാധാനത്തോടെ കഴിയുന്നതാ. നമ്മൾ നമ്മുടെ സമാധാനം മാത്രം നോക്കി ഇങ്ങനൊരു തീരുമാനം എടുത്താ അമ്മയുടെ അവസ്ഥ എന്താവെന്ന് ചിന്തിച്ചു നോക്കിയേ. അമ്മയ്ക്ക് രണ്ടു മക്കളും അടുത്ത് തന്നെ ഉണ്ടാവണമെന്നാവില്ലേ ആഗ്രഹം? അതൊക്കെ ശരിയാ. അമ്മയെ ഓർത്തിട്ടാ ഞാനും ഇത്രയും നാൾ ശ്രമിച്ചത്. ആർക്കും ഒരു കുഴപ്പമില്ലാതെ ഈ പ്രശ്നം സോൾവ് ചെയ്യാനാ ഞാൻ നോക്കിയത്. പക്ഷെ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആദർശേട്ടൻ പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. പിന്നെന്താ? ഇല്ലേ? മീര എന്തിനാ എല്ലാം ഇങ്ങനെ സഹിക്കുന്നത്? ഇനിയും അഭിക്കൊപ്പം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ അഭി ശ്രമിച്ചത് നമ്മളെ തമ്മിൽ തെറ്റിക്കാനാ. അത് നടക്കില്ലെന്ന് ബോധ്യമായപ്പോ ഏതെങ്കിലും രീതിയിൽ മീരയെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്കി. ഒരു തരത്തിൽ അവൾ അതിൽ വിജയിച്ചു. അതല്ലേ ഞാനില്ലാത്ത സമയത്ത് അമ്മയെ പറഞ്ഞ് തിരുത്തി മീരയെ വീട്ടിൽ പറഞ്ഞു വിട്ടത്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. സത്യം പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. അത് അഭിക്ക് നന്നായിട്ട് അറിയാം. താൻ വെറും പാവായോണ്ട് തന്നെയാണ് മീരയെ ദ്രോഹിക്കാൻ നോക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അമ്മയോടും സഹോദരിയോടും മാത്രമല്ല, ഞാൻ താലി കെട്ടിയ പെണ്ണിനോടും എനിക്ക് ചില കടമകളുണ്ട്. മീരയ്ക്ക് സമാധാനത്തോടെ കഴിയേണ്ട സാഹചര്യം ഉണ്ടാക്കേണ്ടത് എന്റെ കടമയാ. അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തില്
നമ്മൾ വീട് മാറിയാ എല്ലാവരുടെ മുമ്പിൽ ഞാൻ തെറ്റുകാരിയാവും. ഈ വീട്ടിൽ വന്നു കയറിയ ഉടനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സഹോദരങ്ങളെ തമ്മിലടുപ്പിച്ചു എന്നാവും ആളുകൾ പറയുന്നത്. ആളുകളെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട കാര്യം നമുക്കില്ല. ഇപ്പൊ നമ്മൾ വീട് മാറിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദോഷം മീരയ്ക്ക് തന്നെയാണ്. അതെനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് വേണ്ടി ആദർശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. ഞാൻ അതിന് സമ്മതിക്കൂല്ല. മീര, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. എത്രയൊക്കെ പണവും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? ഇതൊക്കെ ഇപ്പോഴത്തെ ദേഷ്യത്തിന് ആദർശേട്ടന് തോന്നുന്നതാ. ഒന്ന് സമാധാനത്തോടെ ചിന്തിച്ചാ ഞാൻ പറയുന്നത് ശരിയാന്ന് ആദർശേട്ടന് ബോധ്യമാവും. മീര തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? വിഘ്നേഷിനും അബിക്കും സ്വന്തമായിട്ട് വേറെ വീടുണ്ട്. പിന്നെ എന്തിനാ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് സമാധാനം കളയുന്നത്? അതുകൊണ്ട് കൂടിയല്ലേ ഞാൻ അവരോട് അങ്ങോട്ട് മാറി താമസിക്കാൻ പറഞ്ഞത്. അതെ, ആദർശേട്ടൻ പറഞ്ഞാല് തെറ്റൊന്നുമില്ല. പക്ഷേ ചേച്ചിയുടെ സ്ഥാനത്തുനിന്ന് ചിന്തിക്കുമ്പോ ചേച്ചി കരുതുന്നതിലും തെറ്റില്ലല്ലോ. ഇത് ചേച്ചിയുടെ കൂടി വീടാ. നമ്മളെപ്പോലെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ചേച്ചിക്ക് ഈ വീട്ടിലുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞാ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അങ്ങനെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അവള് തന്നെയല്ലേ? അതെന്താ മീര മറക്കുന്നത്? അയ്യോ, ഞാൻ ആദർശനെ കുറ്റപ്പെടുത്തിയതല്ല. എനിക്ക് വേണ്ടിയാണ് ആദർശൻ ഈ പറയുന്നതെന്നും എനിക്കറിയാം. അതാ എന്റെ സങ്കടം. ഞാൻ കാരണം ആദർശൻ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഒരു വീടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അവിടെ ക്ഷമ കാണിക്കേണ്ടതും വീട്ടിലെ അംഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതും ആ വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ്. ഈ വീട് ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ എല്ലാവരും ഐക്യത്തോടെയും സ്നേഹത്തോടെ ആയിരിക്കണമെന്ന് ഒരു പ്രാർത്ഥന എനിക്ക് ഭഗവാനോടുള്ളൂ. അതുകൊണ്ട് വീട് മാറുന്ന കാര്യത്തെക്കുറിച്ച് ആദർശേട്ടൻ ചിന്തിക്കേണ്ട. ഭാര്യയുടെ വിഷമങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന പുരുഷനെ കിട്ടുന്നതാ ഒരു സ്ത്രീയുടെ ഭാഗ്യം. അക്കാര്യത്തിൽ ഞാൻ 100% ഭാഗ്യവതിയാണ്. എനിക്കിത് മാത്രം മതി. ഇതുവരെ കഴിഞ്ഞില്ലേ മനോജേട്ടാ? ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്ത് സൈറ്റിൽ നിന്ന് ബില്ലെല്ലാം കൊണ്ടുവന്ന് തന്നതാ. ഇതൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ കഷ്ടപ്പെടുന്നതിൻ്റെ ലാഭം മുഴുവൻ സൂപ്പർവൈസർമാർ കൊണ്ടുപോകും. കോൺട്രാക്ടർമാർക്ക് ചീത്തപ്പേര് മാത്രമേ കിട്ടൂ. എല്ലാം നോക്കി കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. എന്നാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്. പറയേ. ഞാൻ ആദർശിന്റെ സുഭദ്ര ആന്റിയോടെ വിദ്യയുടെ കാര്യം പറഞ്ഞു. എന്ത് കാര്യം? വിദ്യയുടെ പഠിത്തമൊക്കെ കഴിയാറായി, വിവാഹം കഴിപ്പിച്ചയക്കണം. പറ്റിയ പയ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണോ എന്ന് പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വെറുതെ അവരോടൊന്നും അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. അതെന്താ, മകളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ലേ? ധന്യേ, വിദ്യക്ക് വിവാഹപ്രായമാകുമ്പോൾ ഞാനതൊക്കെ കൃത്യമായിട്ട് ചെയ്യും. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട. അങ്ങനെ പറഞ്ഞ എന്റെ ടെൻഷൻ തീരില്ല. നിങ്ങൾ ഏതെങ്കിലും നല്ല പയ്യനെ വിദ്യക്ക് വേണ്ടി മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങളുടെ ഈ സീരിയസ്നെസ് ഇല്ലാത്ത പെരുമാറ്റം കാണുമ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വച്ചിരിക്കുക. ഇനി സമയമാകുമ്പോ വിവാഹം നടത്തിയാൽ മതിയെന്ന് തോന്നുമല്ലോ. വിദ്യയെ എന്റെ മാത്രം മകളല്ല. അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അതിന്റെ സങ്കടം നമ്മൾ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല ബന്ധം നോക്കിയേ വിവാഹം കഴിപ്പിച്ച് അയക്കാവൂ.
അതിനു വേണ്ടിയാ ഞാൻ കാണുന്നവരോടെല്ലാം ആലോചനയുടെ കാര്യം പറയുന്നതും അന്വേഷിക്കുന്നതും. അതൊക്കെ എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെന്തിനാ അവരോട് ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞത്? ആദർശിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വിവാഹപ്രായത്തെ പയ്യന്മാരുണ്ടെങ്കിൽ അതൊരു നല്ല ബന്ധമായിരിക്കില്ലേ? അതങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഒരേ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന കുട്ടികൾ ഒരുപോലെ ഇരിക്കുമോ? അവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. നമ്മുടെ വിശാലിനും വിദ്യയ്ക്കും 2 സ്വഭാവവും 2 രീതികളും അല്ലേ? എന്നാലും ആദർശിന്റെ കുടുംബത്തിന്റെ നിലയും വിലയും എല്ലാവർക്കും താല്പര്യമുള്ള അവസ്ഥയിലാണല്ലോ. അവിടുന്നൊരു ബന്ധം ഉണ്ടാവുന്നത് നല്ലതല്ലേ? ആലോചന വരട്ടെ, എന്നിട്ട് നമുക്ക് പയ്യനെ കുറിച്ച് ആലോചിക്കാം. വിവാഹ ജീവിതം എന്ന് പറയുന്ന 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പം ആദ്യം നമ്മൾ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ പറഞ്ഞതെല്ലാം നോക്കി നടത്താൻ നമ്മൾ വിചാരിക്കുന്ന ഉടനെ ബന്ധങ്ങളൊന്നും കിട്ടില്ല. അതിനിപ്പോഴേ അന്വേഷിച്ചു തുടങ്ങണം. വിദ്യയുടെ റിസർച്ച് കഴിയാറായില്ലേ? ഇനിയിപ്പോ ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട. ഇപ്പോഴേ ഒരു ബന്ധം സെറ്റായി കിട്ടിയ എല്ലാം പറഞ്ഞുറപ്പിച്ച് വെക്കാമല്ലോ. എന്നിട്ട് സമയമാകുമ്പോ വിവാഹം നടത്താലോ. ശരി, നമുക്ക് നോക്കാം. അല്ല, ഈ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോ സുഭദ്രേച്ചി എന്തു പറഞ്ഞു? അവരുടെ ബന്ധത്തിൽ ആരോ ഉണ്ട്, സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അവര് പറയട്ടെ, നീ ഇത് വിളിച്ചു ചോദിക്കാനൊന്നും പോണ്ട. താല്പര്യം ഉണ്ടേൽ അവരിങ്ങോട്ട് വിളിക്കും. അപ്പം നമുക്കറിയാമല്ലോ അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയെന്ന്. ശരി, ഞാൻ ചോദിക്കില്ല, അവര് പറയട്ടെ. എന്നാ കിടക്കാം, നല്ല ക്ഷീണം. ഭഗവാനെ, ഞാനെല്ലാം പറയാതെ തന്നെ മനസ്സിലാക്കുന്ന സർവ്വവ്യാപിയല്ലേ ഭഗവാൻ. എന്റെ സങ്കടങ്ങൾ ഭഗവാൻ അറിയാലോ. അഭിചേച്ചിക്ക് എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യമൊന്നും അറിയില്ല. ഞാൻ ആദർശേട്ടന്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് വന്നതുകൊണ്ടല്ലേ അവിടെ ഇപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അഭിചേച്ചി ഒരിക്കലും ഇങ്ങനെയൊന്നും വഴക്കുണ്ടാക്കില്ലായിരുന്നല്ലോ. അഭിചേച്ചി വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. പക്ഷെ വഴക്കുണ്ടാവരുതെന്നും അഭിചേച്ചി സ്നേഹത്തോടെ പെരുമാറണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അഭിചേച്ചിയുടെ ഉള്ളിൽ സ്വയം ഒരു മാറ്റത്തിന് ഭഗവാൻ വഴിയൊരുക്കണേ. വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവണേ. എല്ലാവർക്കും നല്ലത് വരുത്തണേ ഭഗവാനെ. മുത്തശ്ശി അമ്മായിയൊക്കെ തിരികെ പോയോ? ആ, പോയി. വിദ്യയ്ക്ക് മഹാബലിപുരത്ത് ഡാൻസ് ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. അന്ന് അമ്മായി അടക്കം എല്ലാവരും അവിടെ പോവാനിരുന്നതാ. മുത്തശ്ശിയെ മാത്രം എന്റെ കൂടെ നിർത്താന്ന് കരുതി. പക്ഷേ അന്ന് തന്നെ അമ്മായിക്ക് ഫുഡ് പോയ്സൺ ആയി. അതുകൊണ്ടാ മുത്തശ്ശിക്കൊപ്പം അമ്മായി വീട്ടിലേക്ക് വന്നത്. അപ്പൊ വിദ്യയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചെത്തി കാണുമല്ലേ? അതെ, വിദ്യ മോഹിനിയാട്ടം റിസർച്ച് ചെയ്യുന്നതാ. അറിയാലോ, അന്ന് പ്രൊഫസറുടെ സംഭവത്തിൽ മൂന്നേണ്ണ ഇടപെട്ടതല്ലേ? ആ, എനിക്കറിയാം. മിടുക്കിയ വിദ്യ. ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിയ കലാകാരിയാ. ആ വഴിയിൽ തന്നെ നിലനിൽക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും വിദ്യയുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കും. വിദ്യയുടെ വലിയ പാഷനാ നൃത്തം. കുട്ടിക്കാലം മുതലേ അതിലവള് ശ്രദ്ധിക്കുന്നതും. അതിൽ തന്നെ ജീവിക്കാനും സാധിക്കട്ടെ. മീരയ്ക്കും നല്ല കഴിവുകളുണ്ടല്ലോ. മീര നന്നായി പാടുന്നതല്ലേ? ആ മേഖലയിലൊന്നും ശ്രമിക്കാത്തതെന്താ? എനിക്ക് ഭഗവാന്റെ പാട്ടുകൾ പാടാൻ മാത്രമേ അറിയൂ. അത് ഭഗവാന് വേണ്ടി മാത്രം പാടുന്നതാ. സ്വയം മറന്നിരിക്കാൻ പറ്റുന്ന അപൂർവ നിമിഷങ്ങൾ അതൊക്കെ. അല്ല, അതേ കഴിവുകളിൽ മറ്റു പാട്ടുകളും പാടാലോ. അയ്യോ, എനിക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, മീര ഉള്ളിലെന്തോ പറയാൻ വെമ്പുന്നുണ്ടല്ലോ. എന്താ എന്നോട് പറയാത്തത്? അത് അഭിചേച്ചി തിരിച്ചു വന്നു. വീട്ടിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അഭിചേച്ചിയുടെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതുകൊണ്ടാ ഞാൻ മിണ്ടാ നിന്ന്. പക്ഷെ മനസ്സിനെ അത് അലട്ടുന്നുണ്ട്. ജീവിതത്തില് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരു പ്രശ്നവുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതവും ആർക്കുമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. മനസ്സിനെ വെറുതെ ടെൻഷനിലാക്കാതിരിക്കുക. അഭിചേച്ചിയുടെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അഭിയുടെ കാര്യത്തിൽ മീരയ്ക്കൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആ വഴിക്കുള്ള ചിന്തകൾ ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്. അവർക്ക് പറയാനുള്ളത് അവർ പറയട്ടെ എന്ന് കരുതി ആ ഭാഗം അങ്ങ് അവഗണിച്ചേക്കുക. പല പ്രശ്നങ്ങളും വലുതാവുന്നത് നമ്മുടെ ചിന്തകൾ കൊണ്ടാണ്. അത് നിയന്ത്രിക്കാൻ പഠിച്ചാൽ പകുതി പ്രശ്നം തീർന്നു. അഭിചേച്ചിയോട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആദർശേട്ടൻ പറഞ്ഞു. അത് പറ്റില്ല എന്ന് അഭിചേച്ചിയും. എങ്കിൽ ആദർശേട്ടൻ എന്നെയും കൊണ്ട് മാറി താമസിക്കുമെന്ന് പറഞ്ഞു. അതിന് അമ്മ വഴക്കും പറഞ്ഞു. ഒരമ്മയ്ക്കും മക്കൾ തൻ്റെ അടുത്തുനിന്ന് പോകുന്നത് ഇഷ്ടാവില്ല. കുട്ടികളാകുമ്പോൾ വഴക്കിടും, അത് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നേ അവർ കരുതും. കാരണം കുട്ടിക്കാലം തൊട്ടേ അവർ വഴക്കിട്ട് വളരുന്നതാവുമല്ലോ അച്ഛനമ്മമാര് കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. ഒരു കളിപ്പാട്ടത്തിന് വഴക്കിടുന്ന കുട്ടികളല്ല, തിരിച്ചറിവും വിവേകവും ഉള്ള മുതിർന്നവരാ. അവരുടെ വഴക്കുകൾ നിസ്സാരമായിട്ട് കണ്ടാ പിന്നീട് അത് വലിയ പ്രശ്നങ്ങളാവുമ്പോ നിയന്ത്രിക്കാൻ പറ്റാതാവില്ലേ? ഭാവിയിൽ എന്താ സംഭവിക്കുകയെന്ന് ആർക്കാ അറിയാം. എങ്കിലും ഒന്നിന്റെ പേരിലും ആരും വഴക്കിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. മീരയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആദർശിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ്. അല്ലാതെ വേറെ എന്ത് ചെയ്താലും വെള്ളത്തിൽ വരച്ച വര പോലെ നിഷ്ഫലമായി പോകും. എന്നാൽ ആവുന്ന വിധം ഞാനിതിന് ശ്രമിക്കുന്നുണ്ട് മൂന്നേട്ട. അത് മതി. മറ്റൊന്നിനെ കുറിച്ച് മീര അധികം ആലോചിച്ച് ടെൻഷൻ ആവണ്ട. പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നതേ നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാ. ഒരേ രീതിയിൽ ആർക്കും ജീവിതമില്ല. ഓരോ ദിവസവും മനുഷ്യനിൽ മാനസികമായും ശാരീരികമായിട്ടുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ ചുറ്റുപാടുകൾ മാറും. പലതും പുതിയ അവസരങ്ങളാണ്, പുതിയ വഴികളാണ്. അത് ആസ്വദിച്ച് തുടങ്ങിയാൽ ജീവിതം മടുക്കില്ല. എന്നും പുതുമകൾ തരുന്ന ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അതുകൊണ്ട് കാഴ്ചപ്പാടുകൾ മാറ്റാൻ മീര ശ്രമിച്ചു നോക്കുക. ഞാൻ ശ്രമിക്കാം മൂന്നേട്ട. നല്ലത്. എന്നാ മീര നടന്നോളൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ശരി മൂന്നേട്ട, കാണാം. ഹരിയോ വാ. ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് കുറച്ച് പെൻഡിങ് എമൗണ്ടുള്ള വാങ്ങാൻ വന്നതാ. ഫോൺ ചെയ്തിട്ട് ഒരു റെസ്പോൺസും ഇല്ല. നേരിട്ട് വന്ന് സംസാരിച്ചപ്പോൾ ക്ലിയർ ആയി. ഇവിടെ അടുത്തേത് ഷോപ്പ്? ഓ, ശ്രീധരൻ ചേട്ടന്റെ മെഡിക്കൽ ഷോപ്പാണോ? അതെ. പുള്ളി നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലുള്ളതാ. വൈഫിന് ഈ ഇടയ്ക്ക് എന്തോ വയ്യായിക വന്ന് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതായിരിക്കും പെൻഡിങ് ആയത്. സംഭവം അത് തന്നെ. അക്കാര്യം ചേട്ടൻ പറഞ്ഞു. കുറച്ചുകൂടെ സമയം എടുത്ത് പെൻഡിങ് തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വാ. ആഹാ, ഹരിയുടെ ശബ്ദം കേട്ടതുപോലെ തോന്നി. ആദ്യം വെറുതെ തോന്നിയതാണെന്ന് കരുതിയെങ്കിലും ഒന്ന് നോക്കാമെന്ന് കരുതി വന്നതാ. ഇരിക്കും മോനെ. ഹരി ഇപ്പോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്ന മട്ട. മീരയുടെ വിവാഹം കൂടി കഴിഞ്ഞതോടെ ഇങ്ങോട്ടുള്ള വരവും ഇല്ലാതായി. അല്ലെങ്കിൽ ഇടയ്ക്ക് മീരയെ കൊണ്ടുവരാനും കൂട്ടിക്കൊണ്ടു പോകാനും ഒക്കെ ഇവിടെ വന്നിരുന്നതല്ലേ? അങ്ങനെയല്ല, ഓരോ തിരക്കുകൾ മാറ്റമായിട്ട് ഒരു ഒഴുക്കിലങ്ങ് പോകും. എന്തെങ്കിലും സംസാരിക്കാൻ തോന്നുമ്പോൾ മനോജിനെ വിളിക്കും. ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട് സംസാരിക്കും. അതാ ഇങ്ങോട്ടുള്ള വരവ് കുറഞ്ഞത്. ഹരിയോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. വിദ്യമോളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട് അങ്കിൾ. മഹാബലിപുരത്തെ ഡാൻസ് ഒക്കെ ഗംഭീരമായി അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. താങ്ക് യു അങ്കിൾ. വിദ്യയുടെ റിസർച്ച് ഒക്കെ കഴിയാറായി. ഇനി നല്ലൊരു ആലോചന നോക്കണം. അതെ, അത് വേണമല്ലോ. മീരയ്ക്ക് കിട്ടിയതുപോലെ നല്ലൊരു ആലോചന വന്നാൽ മതിയായിരുന്നു. എന്തായാലും സ്വത്തും പണവും പേരും പെരുമയും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് മനസമാധാനമാണ്. അതെ അങ്കിൾ, എനിക്കും അതേ അഭിപ്രായമാ. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഇല്ലല്ലോ.
വലിയ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. മക്കളോട് സ്നേഹമുള്ള എല്ലാ മാതാപിതാക്കളും അവർക്ക് സേഫായ ഒരു ജീവിതം കിട്ടണമെന്നേ ചിന്തിക്കൂ. ഹരിയും ചിന്തിച്ചതും പ്രവർത്തിച്ചതും അങ്ങനെ തന്നെയല്ലേ? സ്വന്തം മകളുടെ കാര്യം കഴിഞ്ഞ ശേഷം തത്വം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹരി പറഞ്ഞത് മീരയുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ധന്യ. മീരയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് കരുതിയല്ലേ ദേവാ ബിൽഡേഴ്സ് പോലൊരു വലിയ കമ്പനിയുള്ള കുടുംബത്തിലേക്ക് കല്യാണം കഴിപ്പിച്ചയച്ചത്. എന്നിട്ട് അവിടുത്തെ അവസ്ഥ തന്നെ കണ്ടില്ലേ? മീരയ്ക്ക് വിവാഹശേഷം എന്തെങ്കിലും ഒരു സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ? ആദർശിന് കേസുണ്ടായപ്പോ ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചതാ. പക്ഷേ അത് ആദർശിന്റെ തെറ്റുകൊണ്ടായിരുന്നില്ല എന്ന് കാലം തന്നെ തെളിയിച്ചില്ലേ? അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ആദർശിന്റെയോ മീരയുടെയോ കുറ്റം കൊണ്ടുണ്ടാവുന്നതല്ല. എല്ലാം മറ്റുള്ളവരാ ചെയ്യുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും?